സന്നിധാനത്ത് ഇന്നലെ 18-ാം പടി കയറിയത് 95,326 തീർത്ഥാടകർ. ക്രിസ്മസ് അവധി കൂടി തുടങ്ങുന്നതോടെ ഇന്നു മുതൽ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. 91,088 പേരാണ് ഇന്ന് ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ കൂടി തുടങ്ങിയതോടെ അനിയന്ത്രിതമായ രീതിയിലേക്ക് സന്നിധാനത്ത് തിരക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നലെ 95,000 അയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തിയെന്ന് പോലീസിന്റെ കണക്ക് പറയുന്നു. ഇന്ന് വിർച്വൽ ക്യൂ വഴി തന്നെ 91,000-ലധികം പേർ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ സ്പോട്ട് ബുക്കിംഗും അതിനു പുറമെ സന്നിധാനത്തേക്ക് സത്രം വഴിയുള്ള അയ്യപ്പന്മാരുടെ വരവെല്ലാം കണക്കാക്കുമ്പോൾ 1,00,000 അയ്യപ്പന്മാർ ഇന്ന് എത്തും എന്നുള്ളൊരു കണക്കൂട്ടലാണ് പോലീസിനുള്ളത്. രാവിലെ ഇതുവരേക്കും മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയിൽ അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് കുട്ടികളുടെ എണ്ണം. സന്നിധാനത്ത് കുട്ടികൾ കൂടുതലായിട്ട് എത്തുന്നത് ഈ ഒരു 18-ാം പടി കയറുന്നതിന്റെ വേഗതയെ ബാധിക്കുന്നതാണ്. വലിയ ആളുകളെ 18-ാം പടി കയറ്റുന്നത് പോലെ വളരെ വേഗത്തിൽ കുട്ടികളെ 18-ാം പടി കയറ്റാൻ കഴിയുകയില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 18-ാം പടി കയറ്റുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതോടെ ഇവിടുത്തെ വേഗത കുറയും. അങ്ങനെ വേഗത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് പമ്പയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ പമ്പ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിലവിൽ മരക്കൂട്ടവും കഴിഞ്ഞ് അയ്യപ്പന്മാരുടെ വരി താഴേക്ക് നീളുന്ന ഒരവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാരുടെ വരവ് നിയന്ത്രിക്കാൻ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വലിയ തിരക്കിലേക്കാണ് സന്നിധാനം എത്തുന്നത്. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം സമയം പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്താൻ വേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.